ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം തന്ന ദൈവത്തിനായി നന്ദി പറയാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദി. നമുക്ക് സന്തോഷത്തോടെ ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകം 50 അതിൻ്റെ 23. സങ്കീർത്തന പുസ്തകം 50 അതിൻ്റെ 23 ഇങ്ങനെ പറയുന്നു: സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രമെന്ന യാഗം സമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കെല്ലാവരേക്കും കർത്താവിനെ സ്തോത്രം പറഞ്ഞ് സ്തുതിക്കാം. എന്താണ് സ്തോത്രം? അനേകർ നാവിൽ കൂടെ കുരുള പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ സ്തുതികളെ മേൽ വസിക്കുന്നു ഞാൻ. നമ്മുടെ സ്തുതികളെ മേൽ പരമാർത്ഥ ഹൃദയത്തോടെ, വിശ്വാസത്തോടെയോ അവിശ്വാസത്തോടെയോ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സ്തോത്രയാഗം സമർപ്പിക്കുകയാണെങ്കിൽ അത് കർത്താവിന് വലിയൊരു മഹത്വം വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതൊരു യാഗമാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ, നമ്മുടെ ദയയുടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ പ്രത്യാശയുടെ ആ ഒരു സ്തോത്രയാഗം അത് കർത്താവ് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് രാവിലെ സ്തോത്രം പറയുവാൻ കഴിയുമെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ സ്തോത്രം പറയുവാൻ, കഞ്ഞി വയ്ക്കുമ്പോൾ, മീനിറക്കുമ്പോൾ, അടുക്കളയിൽ എന്ത് ജോലി ആയിക്കോട്ടെ അത് ചെയ്യുമ്പോൾ ഒരു സ്തോത്രം പറയുവാൻ കൃപയുണ്ടെങ്കിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഒരു യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സ്തോത്രം പറയാം. എന്ത് കാര്യം ചെയ്തിരുന്നാലും സ്തോത്രം പറഞ്ഞ് നാം എന്ത് പുനരാരംഭം കുറിക്കുന്നോ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആ ദൈവത്തിൻ്റെ മഹത്വം, ആ കർത്താവിനെ മഹത്വപ്പെടുത്തുന്തോറും അവൻ നമ്മോട് ഇറങ്ങി ആ ഒരു ഫേവർ നമ്മളെ നാല് ചുറ്റും അവൻ്റെ രക്ഷ കൊണ്ട് വലയും. അവൻ വലയും വയ്ക്കും. ആ രക്ഷാ കവചകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. കർത്താവ് പറയുന്നു, നിങ്ങൾ വേറെ ഒരു നേർച്ചയും നിങ്ങൾ ചെയ്യണ്ട, ഒരിടത്തും മുട്ടുമടക്കി നിങ്ങൾ ഒരു പടിക്കെട്ടും കയറണ്ട. ആ ഇരിക്കുന്നിടത്ത് ഇന്ന് പ്രഭാതത്തിൽ ഒരു സ്തോത്രം പറയാമോ? കർത്താവായ ദൈവമേ, നീ തന്ന കൃപയ്ക്കായി നന്ദി, നീ തന്ന തലമുറയ്ക്കായി നന്ദി, നീ തന്ന സമ്പത്തിനായി നന്ദി, നീ തന്ന ജീവനായി നന്ദി. ഈ കാണുന്നതെല്ലാം എൻ്റെ കർത്താവ് തന്നതാകുന്നു എന്ന് നാം ഹൃദയപൂർവ്വം കർത്താവിനെ സമർപ്പിച്ച് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കാവലും കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ ദൂതന്മാർ പോക്കിലും വരവിലും കൂടെ ഇരിക്കട്ടെ. ആയിരം ദീർഘായുസ്സോടെ എല്ലാവരും കാത്തു പരിപാലിക്കട്ടെ. ആത്മാവിലും സത്യത്തിൽ വഴി നടപ്പാൻ സ്വർഗം സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.